സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ റെസൊല്യൂഷൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബട്ട് അത് കഴിഞ്ഞിട്ടൊരു അപ്ഡേറ്റ് ഒന്നും തന്നില്ല. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് അപ്ഡേറ്റ്സ് ഫോർ ദാറ്റ്. സോ 2025 എൻ്റെ റെസൊല്യൂഷൻസിൽ ഒന്ന് ദാറ്റ് ഐ നീഡ് ടു ഫിക്സ് മൈ ലൈഫ്. ഐ നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഗെറ്റ് ഓൾ മൈ പ്രൊഡക്ടിവിറ്റി തിങ്സ് ഡൺ. അപ്പോൾ അതിൻ്റെ ഒരു മേജർ ഹേർഡിലായിട്ട് ഇപ്പോൾ നിൽക്കുന്നൊരു കാര്യമുണ്ട്. ആൻഡ് ഐ തിങ്ക് 99% ഓഫ് ദ പീപ്പിൾ ദാറ്റ് ഐ നോ ഓൾസോ ഹാവ് ഇറ്റ്. So let's talk about procrastination. So procrastination is one of the biggest issues that we have because വർക്ക് ചെയ്യുന്ന സമയത്ത് വി ആർ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് തരുമ്പോഴത്തേക്ക് ഒരു മാസം സമയം ഉണ്ടായിട്ട് ലാസ്റ്റത്തെ ഒരു ദിവസത്തിൽ കുത്തിരുന്ന് ചെയ്യുന്നത്, ദാറ്റ് ഈസ് പ്രൊക്കാസ്റ്റിനേഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ കറൻ്റ്ലി ആൻഡ് ഹൗ ഐ ആം ട്രൈങ് ടു ഫിക്സ് ഇറ്റ്. ദാറ്റ്സ് ഗോയിങ് ടു ബി ടുഡേയ്സ് വീഡിയോ. സോ if that's something that you like, ഇങ്ങനത്തെ കണ്ടൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ സബ് ടു ദ ചാനൽ. ആൻഡ് എൻ്റെ റെസൊല്യൂഷൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഐ ജസ്റ്റ് ലിങ്ക് ഇറ്റ് അപ്പ് ഹിയർ. ബട്ട് എൻ്റെ ഇഷ്യൂ ഞാൻ പറയാം, സോ ദാറ്റ് ഇഫ് അതർ പീപ്പിൾ ഹാവ് ദ സെയിം ഇഷ്യൂ ദേ ക്യാൻ ജസ്റ്റ് ഫോളോ വാട്ട് ഐ എം ട്രൈങ് ടു ഡു. ആൻഡ് അത് വർക്ക് ചെയ്യുമെങ്കിൽ വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല. ബട്ട് വി ഹാവ് ടു ട്രൈ, റൈറ്റ്? സോ എൻ്റെ ഇഷ്യൂ ഇതാണ്. ഐ ആം അഡിക്റ്റഡ് ടു ഷോർട്ട് ഫോം കണ്ടൻറ്റ്. അത് കുറച്ച് നാളായി. ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സ്ക്രീൻ ഓൺ ടൈംസ് അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ യുഎസിലത്തെ ആൾക്കാരൊക്കെ പറയണതാണ് 2 hours 3 hours അവർക്ക് ഭയങ്കര ഹൈ ആണ്. ആൻഡ് ഐ കൈൻഡ് ഓഫ് ലാഫ് അറ്റ് ഇറ്റ് ബിക്കോസ് എൻ്റെ സ്ക്രീൻ ഓൺ ടൈം ഇസ് ലൈക്ക് 13-14 hours. എന്ന് വെച്ചാൽ ഞാൻ ജീവനോട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ 24 hours ഇടയിൽ 8 മണിക്കൂർ ഉറക്കം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫുൾ ടൈം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് അറിയാം. ലൈക്ക് കോൺസ്റ്റൻ്റ്ലി ഐ യൂസ് മൈ ഫോൺ. ആൻഡ് ആ കോൺസ്റ്റൻറ്റ് യൂസ് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് തിങ്സിനാണ്, അല്ലെങ്കിൽ വർക്കിന് വേണ്ടി, അല്ലെങ്കിൽ ടോക്കിംഗ് ടു ദ പീപ്പിൾ വി ലവ് ഓർ ഫ്രണ്ട്സ്, അതൊക്കെയാണെങ്കിൽ നമുക്ക് പോട്ടേന്ന് വയ്ക്കാം. ബട്ട് ഇറ്റ്സ് ഫോർ യൂട്യൂബ് ഷോർട്സ്, ഇറ്റ്സ് ഫോർ ഷോർട്ട് ഫോം കണ്ടൻറ്റ് ദാറ്റ് 99% ഓഫ് ദ ടൈം നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും സീരീസിൻ്റെ കുറേ കട്ട് സീൻസ് കാണുന്നു, അല്ലെങ്കിൽ കുറേ ഫുഡിൻ്റെ കാര്യങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ റാൻഡം വയലൻസ് ഈവൻ. നമുക്കൊരിക്കലും വേണ്ടാത്ത കുറേ കണ്ടൻസാണ് അതിനകത്തുള്ളത്. സോ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് നടന്നപ്പോഴാണ് പ്രൊക്കാസ്റ്റിനേഷനെതിരെ കുറേ വീഡിയോസ് ഉണ്ട്. ലൈക്ക് വാട്ട് ക്യാൻ വി ഡു ടു ഗെറ്റ് ബാക്ക് അവർ ലൈഫ്, നമുക്ക് എങ്ങനെ തിരിച്ച് കൺട്രോൾ കിട്ടാം. ആൻഡ് ഈ ഒരു വീഡിയോ അതായിട്ട് കൺസിഡർ ചെയ്യാം. സോ ദ തിങ്സ് ദാറ്റ് ഐ എം ഡൂയിങ് ടു ഫിക്സ് മൈ സെൽഫ്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് കട്ടിങ് ഇറ്റ് ഔട്ട്. നമ്മൾ ആൽക്കഹോളിക്കായ ഒരാളുടെ മുമ്പിൽ ഒരു ഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അയാളത് കുടിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ. പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, എന്താ ഫോൺ ഉണ്ടായിട്ട് അത് മോഡറേഷനിൽ യൂസ് ചെയ്യുന്ന പവറെന്ന്. ബട്ട് ആ മോഡറേഷനുള്ള സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരാളാണെങ്കിലോ ഐ ആം ദാറ്റ് പേഴ്സൺ. എനിക്കൊരു കാര്യം മോഡറേഷൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഐ ആം കട്ടിങ് ഇറ്റ് ഔട്ട്. ഇപ്പം യൂട്യൂബിലുള്ള ഒരാൾ യൂട്യൂബ് എങ്ങനെ കളയും എന്ന് ചോദിക്കുമ്പോൾ ഐ ഹാവ് ടു. ഇപ്പോൾ എൻ്റെ സിസ്റ്റം ഉണ്ട്, എനിക്ക് അതിനകത്ത് ഷോർട്സ് കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ മൗസൊക്കെ വെച്ച് സ്ക്രോൾ ചെയ്ത് ഭയങ്കര പണിയാണ്. സോ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ മാത്രമേ യൂട്യൂബ് കാണുന്നുള്ളൂ. സോ എനിക്ക് ആ ഒരു ഹിൻഡ്രൻസ് ഉണ്ട്. ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി, പവർ ഓൺ ആക്കി, പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് അങ്ങനെ ഒരു 10-20 സ്റ്റെപ്പ് കഴിഞ്ഞാൽ യൂട്യൂബ് എത്തും. ആൻഡ് ഷോർട്സ് കാണണമെങ്കിൽ തന്നെ ഇറ്റ് ഡസൻ ഹാവ് ദാറ്റ് മച്ച് ബാറ്ററി ലൈഫ്, ഓർ ഇറ്റ്സ് പ്രിറ്റി ഡിഫിക്കൽട്ട് ടു നാവിഗേറ്റ്. സോ പുട്ടിങ് അപ്പ് ഹിൻഡ്രൻസസ് ഇൻ അവർ വേ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പുട്ടിങ് എ സ്ക്രീൻ ലോക്ക് ഓൺ ഇറ്റ്, അതിനകത്തൊരു ടൈമർ ലോക്ക് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഗ്രേ സ്കെയിലിൽ ഇടുന്നു സോ ദാറ്റ് ഇൻസ്റ്റാഗ്രാമിലുള്ള കണ്ടൻറ്റ് ലെസ് അപ്പീലിംഗ് ആയിട്ട് തോന്നും. സോ സ്റ്റെപ്സ് ലൈക്ക് ദാറ്റ്. സോ എൻ്റെ സ്റ്റെപ്പ് ഇതാണ്. എൻ്റെ ഫോണിൽ നിന്ന് യൂട്യൂബ് കളയുന്നു. എന്തെങ്കിലും അപ്ലോഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ ബേസ്ഡ് തിങ്സ് ഉണ്ടെങ്കിൽ ഐ വിൽ ഡു ഇറ്റ് ഓൺ മൈ ലാപ്ടോപ്പ്, ഫോണും നത്തിങ് എൽസ്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നൗ ദി സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് ഐ എം ട്രൈങ് ടു ഡു ടു ഫിക്സ് മൈ പ്രൊക്കാസ്റ്റിനേഷൻ ഇസ് ബിൽഡിങ് ന്യൂ ഹാബിറ്റ്സ്. നൗ ഇപ്പോൾ ഈ യൂട്യൂബ് കളയുമ്പോൾ തന്നെ ഐ ഹാവ് എ ലോട്ട് ഓഫ് ടൈം ഇൻ മൈ ഹാൻഡ്സ്. സോ ടൈമിൽ ഞാൻ എന്ത് ചെയ്യാം? സോ ദ ഫസ്റ്റ് തിങ് ഈസ് ഗിറ്റാർ. സോ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, ഐ എം ട്രൈയിങ് ടു ലേൺ ഗിറ്റാർ. ബട്ട് 1 വർഷമായിട്ട് നോട്ട് മച്ച് പ്രോഗ്രസ്. ബേസിക് പാട്ടൊക്കെ പാടാൻ അറിയാം എന്നുള്ള ഒരു ഇതല്ലാതെ അതിൽ കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ളൊരു ഡീറ്റോക്സ്, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ നിന്നുള്ള ഡീറ്റോക്സ്, ഐ വിൽ ട്രൈ ടു ബ്രിങ് ദാറ്റ് ഇൻ സോ ദാറ്റ് എനിക്ക് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാം. ഓർ റീഡിങ് ദ ബുക്സ് ഐ ഹാവ്. എൻ്റെ കയ്യിൽ കുറേ ബുക്സ് ഇരിപ്പുണ്ട് ആൻഡ് ഐ ഹാവ് നോട്ട് റെഡ് എനി വൺ ഓഫ് ദം. സോ ഈ 5 AM ക്ലബ്ബാണ് ഇപ്പോൾ എൻ്റെ കറണ്ട് റൈഡ്. അതല്ലാതെ കുറേ ബുക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഐ നീഡ് ടു റീഡ് ത്രൂ ഓൾ ദാറ്റ്. സോ ബിൽഡിങ് പോസിറ്റീവ് ഹാബിറ്റ്സ് ആ ഒരു ടൈം സോണിൽ നമുക്ക് കിട്ടിയേക്കുന്ന ടൈം ബാക്ക് നമ്മൾ ചുമ്മാ വെറുതെ കിടന്നുറങ്ങിയും അങ്ങനെ കളയാതെ
ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് അതിനെ കളയാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് ദാറ്റ് ഐ എം ട്രൈങ് ടു ഡു ഇസ് ടു കണക്ട് വിത്ത് പീപ്പിൾ. എനിക്ക് ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടൊരു പേഴ്സണാലിറ്റിയാണ്. ഈവൻ വിത്ത് മൈ പാരൻസ് ഐ ഡോണ്ട് സ്പീക്ക് മച്ച്. സോ ആ ഒരു ചേഞ്ച് എനിക്ക് എൻ്റെ ലൈഫിൽ കൊണ്ടുവരണമെന്നുണ്ട്. സോ ഐ എം ട്രൈങ് ടു ടോക്ക് വിത്ത് മൈ പാരൻസ്. എനിക്കിപ്പോൾ ഫോണില്ലാത്തപ്പോൾ ഉള്ള ഫ്രീ ടൈമിൽ I have my parents there, I have my friends there, I have the people that I love, my close relatives, എല്ലാവരും ഉണ്ട്. ഓർ ഈവൻ ഗോയിങ് ഔട്ട്. ഇപ്പോൾ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, മറ്റേ നമ്മുടെ ഇൻസ്റ്റയിൽ കാണുന്ന പോലത്തെ റാൻഡം ഗേൾസിൻ്റെ അടുത്ത് പോകുന്ന സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് അല്ല, ലൈക്ക് ആക്ച്വൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ദൂരെ നിന്ന് നമ്മുടെ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ വി നീഡ് ടു ടോക്ക് ടു പീപ്പിൾ. എനിക്കില്ലാത്തൊരു സ്വഭാവമാണ്. സോ ഐ ക്യാൻ ബിൽഡ് ദാറ്റ് ഈ ഫോണില്ലാത്തൊരു സമയത്ത്. So that's what I'm trying to do. ഇപ്പോൾ 13 hours a day എനിക്ക് ഫ്രീ ആയപ്പോൾ വർക്കിൻ്റെ സമയത്ത് ദാറ്റ് 8 hours I try to talk with my colleagues. ആൻഡ് ബാക്കിയുള്ള സമയത്ത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കൂടെയുള്ളവരാണെങ്കിലും എൻ്റെ ക്ലോസ് വൺസ് ആണെങ്കിലും അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. ആൻഡ് വെൻ ഐ എം ഔട്ട് സൈഡ് ഞാൻ ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ടിരിക്കാതെ അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കാം. സോ ദാറ്റ് ഐ ക്യാൻ ബിൽഡ് മൈ ലൈഫ്, ഐ ക്യാൻ ബിൽഡ് മൈ റിലേഷൻഷിപ്സ്. സോ ദീസ് ആർ എ ഫ്യൂ സ്റ്റെപ്സ് ദാറ്റ് ഐ എം ട്രൈങ് ടു ഡു. Now, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ഫില്ലിങ് അപ്പ് അവർ സ്ലോട്ട് ഓഫ് അവർ ലൈഫ്. എന്ന് വെച്ചാൽ 24 hours a day മാക്സിമം നമ്മുടെ ഗുഡ് തിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ബെറ്റർമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. സോ യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ടു ദി എക്സ്ട്രീം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എക്സ്ട്രീമായിട്ട് ചെയ്യുന്നത് ലൈക്ക് കട്ടിങ് എവറിത്തിങ് ഡൗൺ, ബിക്കോസ് എനിക്കതാണ് എൻ്റെ പേഴ്സണാലിറ്റിക്ക് സ്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ഇഫ് യു ആർ സമൺ ഹു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ ടു മോഡറേഷൻ, ലൈക്ക് 1 hour or a 2 hour സെഷൻ വിത്ത് സോഷ്യൽ മീഡിയ ഇസ് ഗ്രേറ്റ്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പം എന്താ നടക്കുന്നതെന്ന് അറിയാൻ ഇറ്റ്സ് ഗുഡ്. സോ ട്രൈ തിങ്സ് ഔട്ട് ഇൻ യുവർ വേ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക കമൻറ്റ് സെക്ഷനിൽ. ഞാൻ ഇത് ചെയ്ത് നോക്കാം, അത് ചെയ്ത് നോക്കാം, സോ ദാറ്റ് ഐ ക്യാൻ ഓൾസോ ബിൽഡ് മൈ ലൈഫ്. നൗ ഇതൊരു കോൺസ്റ്റൻറ്റ് എക്സ്പെരിമെൻ്റ് ആയിരിക്കും. ആൻഡ് ഐ വിൽ കീപ്പ് യു അപ്ഡേറ്റഡ്. എനി ചേഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ ഇത് നടന്നു അത് നടന്നു എന്നൊക്കെ ഉള്ളത്. മേ ബി ഞാൻ ഫെയിലായാലും ഫെയിലായി, ആൻഡ് ദാറ്റ്സ് ഓക്കെ. വിൽ ട്രൈ സംതിങ് എൽസ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ മീ. ഈ ഇയറിനകത്ത് എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാനുള്ളൊരു വലിയൊരു സ്റ്റെപ്പാണിത്. സോ ഇഫ് യു വാണ്ട് ടു ജോയിൻ മീ ഓർ ഇഫ് യു വാണ്ട് ടു ഫീൽ ലൈക്ക് ദിസ് ഷുഡ് ബി എ ചാലഞ്ച് ഓർ സംതിങ്, ഐ ആം കംപ്ലീറ്റ്ലി ഡൗൺ. മേ ബി 1 month 30 days സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് എന്നൊക്കെ പറയണ പോലെ ലെറ്റ്സ് ട്രൈ സംതിങ് ഹിയർ. സോ മെൻഷൻ മീ ഇൻ ദ കമൻറ്റ്സ് ഇഫ് യു ആർ ട്രൈങ് ടു ജോയിൻ, ആൻഡ് ഐ വിൽ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.